സമാധാനവും സന്തോഷവും ഇല്ലാതാക്കുന്ന ഇത്തരം കലാപകാരികളെ നമ്മളെയാണല്ലോ മച്ചമ്പി ചെറുത്തു തോൽപ്പിക്കാനുള്ള നല്ലൊരായുധം കൂടിയാണ് കല. A few moments later. ഇപ്പൊ മന്ത്രിക്ക് മാത്രല്ല തന്ത്രിക്കും വേണമെങ്കിൽ കാരാഗ്രഹവാസമാവാന്നായിട്ടുണ്ട് അല്ലേ? എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. കുത്തിയില്ലല്ലോ, കുത്താൻ പോണല്ലേ ഉള്ളൂ. എന്നാൽ സ്വർണം ഉണ്ടാക്കാനുള്ള ഒരു വഴി പറഞ്ഞാൽ എങ്ങനെയാ? സ്വർണം ഉണ്ടാക്കാനുള്ള വഴിയോ? അതെന്താടോ? ഒന്നുമില്ല. ഇപ്പൊ ചില കട്ടളയും വാതിലൊക്കെ സ്വർണം പൊതിഞ്ഞത് പൊളിച്ചു കൊണ്ടുപോകുന്നുണ്ട് കേൾക്കാണ്ട്. തനിക്കും വേണമെങ്കിൽ അത് തരാക്കാട്ടോ. ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയെയും ഹാസ്യത്തിന്റെ ഭാഗമാക്കി ഇത് വടി കൊടുത്ത് അടി വാങ്ങുന്ന പരിപാടിയാണല്ലോ ബാബു. കുട്ടിക്കാലം തൊട്ട് അവന്റെ ശീലെന്താ? മോഷണം. അന്യഭവനങ്ങളിലൊക്കെ പോയിട്ട് വെണ്ണയും പാലും കട്ട് ഭക്ഷിക്കുക. ഇതായിരുന്നു കുട്ടിക്കാലത്ത് അവന്റെ ശീലം. ശിശുപാലൻ ചേട്ടൻ എനിക്കൊരു സോഡ വാങ്ങിച്ചോണ്ടോ? ഉപ്പിടണം കുറച്ച്. അന്ന് സാരല്ല, കുട്ടിയല്ലേ ഉണ്ടിയല്ലേ എന്ന് വിചാരിച്ച് അത് ആരും ഗൗനിച്ചില്ല. അയ്യോ പോട്ടെ പോട്ടെ. ഇത് അവൻ തരാക്കി. പിന്നെ അവൻ ആ മോഷണം, ആ സ്വഭാവം അങ്ങോട്ട് മാറ്റുണ്ടായില്ല, ആ കളവ്. അപ്പോ ഈ ഉണ്ണികൃഷ്ണനെ പോറ്റി വളർത്തിയവര് ഉണ്ണികൃഷ്ണനെ പോറ്റി വളർത്തി വഷളാക്കി എന്ന് വേണം പറയാൻ. തന്ത്രിയും പോറ്റിയും വാസുവുമെല്ലാം ചാക്യാരുടെ നർമ്മത്തിലൂടെ കടന്നുപോയി. താൻ കക്കണേന്റെ ഒരു പങ്ക് തന്റെ കൂട്ടുകാർക്കും തന്റെ സഖാക്കൾക്കും വിൽക്കും. Flashback. ഇത്തരം കലാപകാരികളെ ചെറുത്തു തോൽപ്പിക്കാനുള്ള നല്ലൊരായുധം കൂടിയാണ് കല. താൻ കക്കണേന്റെ ഒരു പങ്ക് തന്റെ കൂട്ടുകാർക്കും തന്റെ സഖാക്കൾക്കും വിൽക്കും. കിട്ടേണ്ടതൊക്കെ കിട്ടിയല്ലോ. നോ പ്രോബ്ലം. എനിക്ക് കിട്ടേണ്ടത് ഞാൻ ചോദിച്ചു വാങ്ങിച്ചാണ്. സ്റ്റേജിൽ നിന്ന് ഇറങ്ങിയിട്ട് മതി ആ കഥകളിക്കാരനും കൊടുത്തേക്ക് രണ്ടെണ്ണം.